നമ്മൾ കീം 2024 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള സെക്ഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1 + 2 × e⁻⁻x × dy/dx മൈനസ് 2 × e⁻⁻xy = 1 + e⁻⁻x ഈസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുകയാണ്, അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ, dy/dx ആണോ dx/dy ആണോ നോക്കുക. അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 1 ആക്കുക. അതായത് ഇവിടെ 1 + 2 × e⁻⁻x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. സോ ത്രൂ ഔട്ട് നമ്മൾ 1 + 2 e⁻⁻x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? dy/dxൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം നമുക്ക്. അതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ആ ഇക്വേഷനെ 1 + 2 e⁻⁻x കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജനറൽ ഫോർമാറ്റ് ആയോ നോക്കി. dy/dx + py = q എന്നുള്ള ഫോമിലല്ലേ. dy/dx + py = q. അതായത് വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ പി എഴുതുക. അപ്പോൾ ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സിൻ്റെ ഫംഗ്ഷനാണ്. അത് -2 e⁻⁻x / 1 + 2 e⁻⁻x ആണ് ഇവിടുത്തെ പി എന്ന് പറയുന്നത്. q എന്ന് പറയുന്നത് 1 + e⁻⁻x ഡിവൈഡഡ് ബൈ 1 + 2 e⁻⁻x. ഇതാണ് ജനറൽ ഫോർമാറ്റ് എങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? e⁻⁻p dx ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ അത് ഉപയോഗിച്ച് ഇവിടെ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ്, അതായത് -2 നെഗറ്റീവ് കൂടെ ചേർത്തെടുക്കുക. -2 e⁻⁻x ഡിവൈഡഡ് ബൈ 1 + 2 e⁻⁻x. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ e⁻⁻p dx, അതായത് -2 e⁻⁻x ഡിവൈഡഡ് ബൈ 1 + 2 e⁻⁻x dx. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഈ പവർ വന്നിരിക്കുന്ന ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ഇൻ്റഗ്രൽ -2 e⁻⁻x ഡിവൈഡ് ബൈ 1 + 2 e⁻⁻x എന്നാണ്. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ നോക്കുവാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ നേരെ ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? e⁻log of 1 + 2 e⁻⁻x എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയാലും നമ്മൾ ഈ റിസൾട്ട് തന്നെ വരുള്ളൂ. അതായത് e⁻log of 1 + 2 e⁻⁻x എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്ററിൻ്റെ നേരെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിന് log of ഡിനോമിനേറ്റർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാതെ തന്നെ എഴുതാം. അപ്പോൾ ഈ പവർ log of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ട് e⁻log x. e⁻log x-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, e⁻log x-ൻ്റെ വാല്യൂ x ആണ്. സോ അത് വെച്ച് നോക്കിയാൽ e⁻log of 1 + e⁻⁻x എന്തായിരിക്കും? ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 1 + 2 e⁻⁻x ആണ്. സോ 1 + 2 e⁻⁻x ആയിരിക്കും ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനാണ് 1 + 2 e⁻⁻x ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ വരിക? 1 + 2 e⁻⁻x. അതായത് ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1 + 2 e⁻⁻x. ഓക്കെ.